ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റാണ്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A സെക്ഷനാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി കുറേ കാലമായിട്ട് കമന്റ് ബോക്സിൽ വരുന്നതാണ്. ഇത് എനിക്ക് ഞാൻ വീഡിയോ തുടങ്ങി സ്കിൻ കെയർ റൊട്ടീൻ ഫസ്റ്റ് സ്കിൻ കെയർ റൊട്ടീൻ പറഞ്ഞപ്പോൾ തൊട്ട് ഇന്ന് വരെ ഉള്ളതാണ്. പക്ഷെ സംഭവം ഞാൻ പറയാത്തതല്ല, ഞാൻ പലപ്പോഴും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കമ്പൈൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ മിസെല്ലാർ വാട്ടർ ഡബിൾ ക്ലെൻസിന് യൂസ് ചെയ്യാമോ, അതുപോലെ തന്നെ മിസെല്ലാർ വാട്ടർ ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാം, മിസെല്ലാർ വാട്ടറും ഓയിൽ ക്ലെൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏറ്റവും നല്ല മിസെല്ലാർ വാട്ടർ ഏതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി പലപ്പോഴും പല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൈൻ ചെയ്ത് മിസെല്ലാർ വാട്ടറിന്റെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഈ ഒരു വീഡിയോ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഈ മിസെല്ലാർ വാട്ടർ? ഇത് ഡബിൾ ക്ലെൻസിന് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും ഡബിൾ ക്ലെൻസിന് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് പ്രൊഡക്റ്റ് എപ്പോഴും ഓയിൽ ബേസ്ഡ് പ്രൊഡക്റ്റും ആയിരിക്കും, സെക്കൻഡ് പ്രൊഡക്റ്റ് എപ്പോഴും ജെൽ ബേസ്ഡോ അല്ലെങ്കിൽ കുറച്ച് ഫോമിംഗ് ടൈപ്പോ ആയിട്ടുള്ള ഫേസ് വാഷസ് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഡൗട്ട് ചെയ്തെന്ന് വെച്ചാൽ ഈ മിസെല്ലാർ വാട്ടർ കാണുമ്പോൾ നമുക്ക് എന്താ വെള്ളം കണക്കിരിക്കുന്നുണ്ട്, അതൊരു ഓയിൽ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഓയിലാണ് അതിനകത്ത് ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവത്തില്ല. അതിന്റെ പേര് പറയുന്നത് പോലെ തന്നെ ഈ മിസെല്ലാർ വാട്ടർ ഫോം ചെയ്തേക്കുന്നത് മൈസെൽസ് വെച്ചിട്ടാണ്. ഇത് ആക്ച്വലി ടൈനി ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ നമുക്കൊരു ഓയിൽസ് എല്ലാം കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ബോൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സാധനം ഇതിനകത്തുള്ള ഓരോ വെള്ളത്തിനകത്ത് ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്ന ഓയിലാണ് മൈസെൽസ് എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മൾ ക്ലെൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇതൊരു ക്ലെൻസിങ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിലെ മേക്കപ്പോ അതല്ലെങ്കിൽ സൺസ്ക്രീനോ അതല്ലെങ്കിൽ ഡേർട്ടോ ഒക്കെ ഈ ഓയിലും ഈ മൈസെൽസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇതിന് ഡിസോൾവ് ആയിട്ട് പോകും. അങ്ങനെയാണ് നമുക്ക് മിസെല്ലാർ വാട്ടർ മേക്കപ്പുകളും റിമൂവ് ചെയ്ത് കളയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഏറ്റവും നന്നായിട്ട് ഹൈ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ മൈസെല്ലാർ വാട്ടറിന്റെ ഒരു സ്വൈപ്പിലൊക്കെ ചിലപ്പോൾ അത് റിമൂവ് ആയിട്ട് പോകും. അതിന് റീസൺ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഓയിൽ ഉള്ളത് കൊണ്ടാണ് ഈ മേക്കപ്പ് ഒക്കെ ഡിസോൾവ് ആയിട്ട് പോകുന്നത്. അപ്പോൾ മൈസെല്ലാർ വാട്ടറും ഒരു ഓയിൽ ക്ലെൻസർ ആണ്. ഡബിൾ ക്ലെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. നമുക്ക് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഓയിൽ ക്ലെൻസും. ഓയിൽ ക്ലെൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹെവി മേക്കപ്പ് ആയിട്ട് നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ, നല്ല രീതിയിൽ ഇൻ ദ സെൻസ് നമ്മൾ നോർമലി നല്ല ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുന്നത് ഹെവി മേക്കപ്പ് അങ്ങനെയല്ല, ഇപ്പൊ നോർമലി നമ്മൾ എന്തെങ്കിലും ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ക്ലെൻസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതല്ല നിങ്ങൾ ചെറിയ CC ക്രീമോ BB ക്രീമോ ഒരു ഡ്രോപ്പ് ഒക്കെ കുറച്ചൊക്കെ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, നമുക്ക് മൈസെല്ലാർ വാട്ടർ നിന്നാലും കുഴപ്പമൊന്നുമില്ല. അതല്ല നിങ്ങൾ അത്യാവശ്യം നന്നിട്ട് ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, സൺസ്ക്രീൻ ഒക്കെ റീഅപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ക്ലെൻസിങ് ആണ് നല്ലത്. ഇത് മേക്കപ്പ് ബേസിൽ മിസെല്ലാർ വാട്ടറിൽ ആർക്കാണ് നല്ലത്, ഓയിൽ ക്ലെൻസ് ആർക്കാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് സൺസ്ക്രീൻ മാത്രമൊക്കെ റെഗുലർ ആയിട്ട് അപ്ലൈ ചെയ്തോളൂ, ചെറിയ രീതിയിലൊക്കെ റീഅപ്ലിക്കേഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ള മേക്കപ്പ്, അതായത് ജസ്റ്റ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ്, അല്ലെങ്കിൽ CC ക്രീമോ BB ക്രീമോ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ക്ലെൻസിങ്ങിലോട്ട് കൊണ്ട് ഡബിൾ മിസെല്ലാർ വാട്ടർ യൂസ് ചെയ്താൽ മതി. മേക്കപ്പിന്റെ ബേസിലാണ്. ഇനി സ്കിൻ ടൈപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ, സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ, ആഗ്നെ പ്രോൺ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിസെല്ലാർ വാട്ടർ നല്ലൊരു ഓപ്ഷനാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് നല്ല മിസെല്ലാർ വാട്ടർ ആണെങ്കിൽ അധികം സെന്റ് അതിനകത്ത് കാണത്തില്ല, ആൽക്കഹോൾ കണ്ടന്റ് അതിനകത്ത് കുറവായിരിക്കും, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഓവറായിട്ട് അത് വെറുപ്പിക്കത്തില്ല. കാരണം ഓൾറെഡി നമുക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ, ആഗ്നെ പ്രോൺ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നമുക്ക് അറിയാം സ്കിൻ ഓൾറെഡി എന്തെങ്കിലും കാരണം കൊണ്ട് ഇറിറ്റേറ്റഡ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഇറിറ്റേഷനിലോട്ട് പോവാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് മിസെല്ലാർ വാട്ടർ ആണ്. പക്ഷെ ഈ സ്കിൻ ടൈപ്പ് ആണ് നിങ്ങൾ ഹെവി ആയിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ക്ലെൻസ് യൂസ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഡ്രൈ മെച്ചുവേർഡ് സ്കിൻ ആണ്, നിങ്ങൾ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ ഒക്കെയാണ് ക്ലെൻസിങ്ങിലൂടെ നിങ്ങൾ ഹൈഡ്രേഷൻ കൂടെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെൻസിങ് ഓയിൽ സെലക്ട് ചെയ്യാം. അപ്പൊ അതാണ് സ്കിൻ ടൈപ്പിനനുസരിച്ച്. മെച്ചുവേർഡ് സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലെൻസിങ് ഓയിൽ സെലക്ട് ചെയ്യാം. അതാണ് സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം, മേക്കപ്പിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം. അടുത്തതെന്ന് വെച്ചാൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള വ്യത്യാസം പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നിങ്ങളൊന്ന് ട്രാവൽ ചെയ്യാണ്, ഇപ്പൊ എക്സാമ്പിൾ നിങ്ങളിപ്പോ രാത്രി ട്രെയിനിൽ പോവാണ് അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോവാണ്, നിങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് എന്തെങ്കിലും കിട്ടി, ഫേസിൽ എന്തെങ്കിലും കിട്ടിയിട്ടായിരിക്കും കയറുന്നത്. അപ്പൊ നൈറ്റിലാണ് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ മേക്കപ്പ് നമുക്ക് അല്ലെങ്കിൽ ഫേസ് ഒന്ന് ഫ്രഷ് ആക്കണം, നമുക്ക് ഡബിൾ ക്ലെൻസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് ക്ലെൻസിങ് മിസെല്ലാർ വാട്ടറാണ് ക്ലെൻസിങ് ഓയിലേക്കാണ്. കാരണം മെസ്സിനെസ് ഒന്നുമില്ല, മെസ്സി അല്ലാണ്ട് നമുക്ക് സ്വൈപ്പ് ചെയ്ത് കളയാം. മാത്രമല്ല നിങ്ങളിപ്പോ ഇരിക്കുന്നിടത്ത് നീറ്റ് പോവുകയും വേണ്ട, ജസ്റ്റ് കോട്ടൺ പാഡിൽ മിസെല്ലാർ വാട്ടർ വെച്ചിട്ട് നമുക്കത് കഴുകി കളിച്ച് ലീവ് ഓൺ ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നെ ബാത്റൂമിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്ലാഷ് ചെയ്താൽ മതി. അതല്ലാണ്ട് ഈ ബാക്കിയുള്ള ഒരുപാട്
ലൈക്ക് ഇമൾസിഫൈ ചെയ്യണം അങ്ങനത്തെ പരിപാടീസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ട്രാവലിങ്ങിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ക്ലെൻസിങ് ഓയിലിനേക്കാളും മിസലാർ വാട്ടർ ആണ്. അതാണ് സിറ്റുവേഷൻ ചേഞ്ച്. പിറ്റേന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്ലാഷ് ചെയ്താലും മതി. കാരണം നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ സ്വൈപ്പ് ചെയ്തെടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ പോസ്റ്റിനകത്തൊന്നും ഇരിക്കാൻ പോകുന്നില്ല. പിന്നെ അടുത്ത ഒരു ഡ്രോബാക്ക് ഇൻ ദ സെൻസ് എനിക്ക് മിസലാർ വാട്ടർ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെന്ന് വെച്ചാൽ രണ്ടിലും ഡ്രോബാക്ക് ഉണ്ട്. മിസലാർ വാട്ടറിൽ എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല കോട്ടൺ പാഡ്സ് ഒക്കെ സ്വൈപ്പ് ചെയ്യുന്നെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മിസലാർ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പം അൺനോൺ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് വലിക്കും. അത് കാരണം നമുക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓയിൽ ക്ലെൻസിലാണെങ്കിൽ കൂടുതൽ മസാജിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഓയിൽ ക്ലെൻസിലെ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ നമ്മളിത് പ്രോപ്പറായിട്ട് മൾസിഫൈ ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് മോക്കുരി ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. രണ്ടിനും പ്രോസും ഉണ്ട്, രണ്ടിലും കോൺസും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഫേസ് സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസലാർ വാട്ടർ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അല്ല ഫൈൻ എനിക്ക് ഡബിൾ ക്ലെൻസ് ചെയ്യാം, എനിക്ക് ടൈം ഉണ്ട്, ഇമൾസിഫൈ ചെയ്യാനൊക്കെ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ക്ലെൻസിങ്ങിലോട്ട് പോവാം. ഇനി കുറച്ച് റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മുടെ ഗാർണിയറിന്റെ OG മിസലാർ വാട്ടർ ഉണ്ട്, ബയോഡോമയുടെ മിസലാർ വാട്ടർ നല്ലതാണ്, സിമ്പിളിന്റെ മിസലാർ വാട്ടറും അത്യാവശ്യം നല്ലതാണ്. അപ്പൊ ഇനി ആരും മിസലാർ വാട്ടറും ക്ലെൻസിങ് ഓയിലും ഏതാണ് ഡിഫറൻസ് എന്താണെന്ന് ആരും ചോദിക്കത്തില്ലല്ലോ. ഇപ്പൊ ഒരുവിധം മിസലാർ വാട്ടറിനെ പറ്റിയിട്ടൊക്കെ ഡൗട്ട് ക്ലിയർ ആയില്ലേ. അടുത്ത വരുന്ന സംശയമാണ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷിനെ പറ്റിയിട്ട്. ആക്ച്വലി ഇത് നമ്മൾ ഒരുപാട് തവണ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വീണ്ടും അത് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് ഞാൻ ഒന്നും കൂടെ പറയുന്നത്, സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ടീനേജേഴ്സിന്റെ സ്ഥലത്താണ് അത് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ടീനേജേഴ്സിന് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാമെങ്കിൽ അത് എത്ര തവണ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ചേച്ചി ഞാൻ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് മോക്കുരു വരുന്നു, ചേച്ചി സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ എന്റെ സ്കിൻ ഡ്രൈ ആവുന്നു, എനിക്ക് സാലിസിലിക് ഭയങ്കര എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണ്, ഞാൻ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്തോട്ടെ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. സംഭവം എന്ന് വെച്ചാൽ ഈ ടീനേജിന്റെ ടൈമിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് കാണും. അത് കാരണം നമുക്ക് എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ബോത്ത് മെയിൽസിനും ഫീമെയിൽസിനും, മീൻസ് ആൺകുട്ടിയൊക്കെ പെൺകുട്ടികൾക്ക് അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ പിന്നെ മാത്രമല്ല നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവ് ഒക്കെ ആയിട്ട് പുറത്തിറങ്ങി പണി കളിക്കുന്നതുകൊണ്ടും ഒക്കെ ആവുമ്പോൾ നമ്മുടെ ആ ഓയിൽനെസ്സും ആ ഡേർട്ടും ഒക്കെ ചെയ്തിട്ട് നമുക്ക് മോക്കൂര് വരാനുള്ള ചാൻസ് ഈ ടീനേജേഴ്സിന്റെ ടൈമിൽ കൂടുതലാണ്. ഇത് നോർമലാണ്, അത് ആദ്യമേ മനസ്സിലാക്കാം. ഇനി നമുക്ക് പക്ഷെ നോർമലാണ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഓയിൽനെസ് ആയിട്ട് നടക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഒന്നെന്ന് വെച്ചാൽ ഓയിൽ കാരണം നമുക്ക് ആക്നെ പ്രോൺ സ്കിൻ ആവും, ആക്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് ഹോർമോണൽ ആക്നെ ആണോ ഓയിലി സ്കിൻ കാരണം വന്ന ആക്നെ ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത്, ഞാൻ ടീനേജർ എന്റെ സ്കിൻ ഡാർക്കായി, ഈ ഓയിൽനെസ് ആണ് ചിലപ്പോൾ നമ്മുടെ സ്കിന്നെ ഡാർക്ക് ആക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു ഇഷ്യൂസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ മാത്രമല്ല ഓയിൽനെസ് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു റാൻഡം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് സ്കിന്നിൽ ഹെവി ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ ചെയ്യാനും പോകത്തില്ല. കാരണം ഓയിൽനെസ് കാരണം നമ്മൾ മോയ്സ്ചറൈസർ ഇടത്തില്ല, സൺസ്ക്രീൻ ഇടത്തില്ല. കാരണം ഓയിൽനെസ് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും ഹെവിനെസ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ടീനേജേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നിന്റെ ഫേസിൽ ഓയിൽനെസ് ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലത് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് തന്നെയാണ്. പക്ഷേ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളിത് എക്സ്ട്രീം ആയിട്ട് ഓയിലി സ്കിൻ ആണ്, അതായത് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് മുഖത്ത് ലോഡ് എണ്ണ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് മോർണിംഗും നൈറ്റും യൂസ് ചെയ്യും. അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓയിൽനെസ് ലൈക്ക് അത്യാവശ്യം ഓയിൽനെസ് ഉണ്ട് പക്ഷെ ഭയങ്കര എക്സസീവ് ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നൈറ്റ് യൂസ് ചെയ്യുക, നെക്സ്റ്റ് ഡേ മോർണിംഗ് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഫേസിൽ അത് നോർമൽ ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട, ഒന്നുകിൽ ജസ്റ്റ് വെള്ളം സ്പ്ലാഷ് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഓയിൽനെസ് ഫേസിൽ അഴുക്കുണ്ട്, അതായത് ഡ്രൂളിംഗ് ഒക്കെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡേർട്ട് ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷോ ഫേസ് ക്ലെൻസറോ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന കണ്ടും എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് സ്കിന്നിന് നല്ലതാണ് എന്ന് പറയുന്ന കേട്ടും യൂസ് ചെയ്യരുത്. നല്ലതാണ് ഓയിലി സ്കിൻകാർക്ക്, നിങ്ങൾ അവസാനത്തെ പാട്ട് മാത്രം എടുത്ത് ചെയ്യരുത്. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന്റെ ആവശ്യമില്ല. അടുത്തത്, സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന് ഒരിക്കലും ഒരു ഇന്റലിജൻസ് ഇല്ല. അവര് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിൽ പോയിട്ട് അതിന് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുകയും നമ്മുടെ പോസിനെ ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് എത്ര ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് സാലിസിലിക് ആസിഡിന് അറിയത്തില്ല. അത് ഫേസ് വാഷിനും അറിയത്തില്ല, സെറത്തിനും മോയ്സ്ചറൈസറിനും ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് ഓവർ ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതേ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, അതിന്റെ മോയ്സ്ചറൈസർ, അതിന്റെ സിറം, ഇനി അതിന്റെ സൺസ്ക്രീൻ കിട്ടിയ അതുകൂടെ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് വരാനും നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ടീനേജേഴ്സിന് ഫേസ് വാഷിന്റെ ആവശ്യമേ ഉള്ളൂ. അതല്ല അതിന്റെ ക്രീമോ സിറമോ യൂസ് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ്
ഡോക്ടേഴ്സിനെ കണ്ടിട്ട് യൂസ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യും മാക്സിമം ഡെയിലി നൈറ്റ് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ ട്വേസ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. അതല്ല നിങ്ങളതൊരു കോമ്പിനേഷൻ സ്കിൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൊണ്ട് നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നൈറ്റ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ സ്കിന്നിന് ഓയിൽനെസ് കൺട്രോൾ ആവാൻ പോകുന്നില്ല. നമ്മുടെ സ്കിൻ ഇനഫ് ഹൈഡ്രേഷനും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും, ഒന്നുകിൽ എക്സ്ട്രീംലി ഓയിലി ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റീ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഫേസിൽ ഒരുപാട് മോക്കുരു ഉണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് സെറം ആവില്ല നിങ്ങൾക്ക് നല്ലത് ക്ലിൻഡാമൈസിനോ ബെൻസോയിൽ പെറോക്സൈഡോ പോലെയുള്ള ക്രീമാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ ടീനേജിന്റെ ടൈമിൽ യൂസ് ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് യൂസ് ചെയ്യാറുള്ളൂ. യൂട്യൂബിൽ പറയുന്നത് ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ള അഡ്വൈസും എടുത്തിട്ട് യൂസ് ചെയ്യരുത്. നിങ്ങളുടെ സ്കിൻ അത്ര മെച്ചൂരിറ്റി വന്ന സ്കിൻ അല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വന്ന മോക്കുരു ഓയിൽനെസ് കാരണമോ ആവത്തില്ല, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം ആവത്തില്ല, ഹോർമോണൽ ചേഞ്ചസ് കാരണം വരുന്നതാവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലർജീസ് കാരണം വന്നതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം വൺസ് സ്കാർ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനായിട്ട് പാടാണ്. ഡാർക്ക് സ്പോട്ട് വന്നാൽ പിന്നെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, പക്ഷേ സ്കാർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാറത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ നിങ്ങളുടെ മുഖത്ത് വരുന്ന മോക്കുരു മാക്സിമം പൊട്ടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടെൻഡൻസി കാണും. പിന്നെ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അത് പൊട്ടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അങ്ങോട്ട് അവരെ കൈകൾ പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ കൈ ഇറുക്കി പിടിച്ചുകൊണ്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. പൊട്ടിക്കാൻ സമ്മതിക്കുകയേ ചെയ്യരുത്. കാരണം ഞാനൊക്കെ രക്തസാക്ഷികളാണ്. എന്റെയൊക്കെ ഞാൻ പൊട്ടിക്കുമായിരുന്നു. എന്റെ ഫ്രണ്ട്സിനെ പൊട്ടിക്കാൻ വന്ന പൊട്ടിച്ചൊന്ന് രസമല്ലേ വേന സഹിക്കാൻ ഒരു അപ്പോഴത്തെ ഒരു ക്രേസ് എന്താണെന്നോ. എനിവേസ്, അപ്പൊ അതിനോട്ടൊന്നും പോകാനായിട്ട് നിൽക്കരുത്. കാരണം വൺ സ്കാർ വന്നു കഴിഞ്ഞാൽ അത് പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇപ്പൊ സാലിസിലിക് ആസിഡിനെ പറ്റിയിട്ടും ടീനേജേഴ്സിനെ പിമ്പിൾസിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ യൂസ് ചെയ്യാം, ആൾട്ടർനേറ്റ് ഡേയ്സിൽ ഡെയിലി യൂസ് ചെയ്ത്. അതും ഡ്രൈ സ്കിൻ വിത്ത് വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ സാലിസിലിക് ആസിഡ് സിറത്തിന്റെ ആവശ്യം ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ സാലിസിലിക് ആസിഡ് മോയ്സ്ചറൈസേഴ്സ് രാത്രി ഇടേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ അത്രയും പ്രശ്നം ഓയിൽനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല. അല്ലാണ്ട് മെച്ചൂർഡ് 18 എബോ ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സ്കിൻ കെയറിലുള്ള സാലിസിലിക് ആസിഡ് സിറമോ മോയ്സ്ചറൈസറോ ഒന്നും നിങ്ങളിപ്പോ റാൻഡമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഗ്ലൈക്കോളിക് ആസിഡിന്റെ ക്രീം നമുക്ക് ഫേസ് മൊത്തം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ചോദിക്കാനുള്ള ഡൗട്ടിന്റെ കാരണം എനിക്കറിയാം. നമ്മുടെ ബാക്കിയുള്ള സ്കിൻ നോർമൽ ആയിരിക്കും. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള സ്ഥലത്ത് മാത്രം അപ്പൊ യൂസ് ചെയ്താൽ പോലെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു മുറിവോ പാടോ അല്ലെ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ മാത്രമല്ലേ മരുന്നിടാം, സ്കിൻ മൊത്തം ഇടത്തില്ലല്ലോ. അപ്പൊ ഗ്ലൈക്കോളിക് ആസിഡ് അപ്പൊ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഗ്ലൈക്കോസിക്സ് ക്രീം നമുക്ക് ഫേസിൽ മൊത്തം യൂസ് ചെയ്താലും കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ സ്കിന്നിന്റെ പരിധിയുണ്ട്. നാച്ചുറൽ സ്കിൻ വരാനുണ്ട്. നാച്ചുറൽ സ്കിൻ ആവാനൊരു അല്ലെങ്കിൽ മെലാനിൻ പ്രൊഡക്ഷന് പരിധിയുണ്ട്. അതിനപ്പുറത്തോട്ട് ഒരിക്കലും ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്താൽ അത് വെളുക്കാനായിട്ട് പോണില്ല. ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെങ്കിൽ അതിങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് മുകളിലത്തത് പോകുന്നതും മെലാനിൻ പ്രൊഡക്ഷൻ ആ ഏരിയയിലുള്ള മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനേ പറ്റും. അല്ല എക്സസീവ് ആയിട്ടുള്ളത്, അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള മെലാനിൻ പ്രൊഡക്ഷൻ ഒരിക്കലും ഹൈലൂറോണിക് ആസിഡ് തടയാനായിട്ട് പോകുന്നില്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ള ഏരിയയിലോട്ട്, പിന്നെ ബാക്കി കുറച്ച് വരത്തില്ല. അത് നിങ്ങൾ അല്ലാത്ത സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടാനിങ്ങും പോവും, അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷനും പോവും. ഫ്യൂച്ചറിൽ ടാനിങ് വരാതിരിക്കാനും പറ്റും. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ സൺസ്ക്രീനും കൂടി യൂസ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. പിന്നെ എത്ര വരെ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം ഫേസിൽ? മാക്സിമം 12 വരെയൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ 12 ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് യൂസ് ചെയ്യാം. 6 അതിന് താഴോട്ടോ ഒക്കെ ആണെങ്കിൽ 10 അതിന് താഴോട്ടോ ആണെങ്കിൽ നമുക്ക് നോൺ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് സിറം ആയിട്ടോ ക്രീം ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം, നോ ഇഷ്യൂസ്. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ നിൽക്കരുത്. പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യാൻ നിൽക്കരുത്. നമ്മളിപ്പം ആന്റിബയോട്ടിക്സ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മരുന്ന് എടുക്കുമ്പോഴോ ഡോക്ടർ എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നു അതുപോലെയല്ലേ യൂസ് ചെയ്യുക. അല്ലാണ്ട് പെട്ടെന്ന് അസുഖം മാറട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചെടുത്ത് കഴിക്കത്തില്ലല്ലോ. അതുപോലെയാണ് ഗ്ലൈക്കോളിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യരുത്. വീക്കിലി വൺസോ ടോയ്സോ മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഡ്രൈ സ്കിൻ ആയാലും ഓയിലി സ്കിൻ ആയാലും എന്ത് സ്കിൻ ആയാലും നമുക്ക് സെൻസിറ്റീവ് സ്കിൻ ആയാലും ഒന്ന് അഡ്വൈസ് എടുത്തിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ലാക്ടിക് ആസിഡ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലാണ്ട് ആക്നെ പ്രോൺ സ്കിനോ ഓയിലി സ്കിനോ ഡ്രൈ സ്കിനോ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് വീക്കിലി വൺസോ ടോയ്സോ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ല കാരണം ഇത് നമ്മൾ ഓയിൽ പ്രൊഡക്ഷനും ഗ്ലൈക്കോളിക് ആസിഡും തമ്മിൽ ഒരു ബന്ധുവിന് പുറത്തുള്ള ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുന്നതല്ലാണ്ട് ഇത് AHA ആൽഫ ഹൈഡ്രോക്സി ആസിഡിന് നമ്മുടെ പോസ്റ്റിലോട്ട് ഇറങ്ങിച്ചെന്ന് പണിയെടുക്കാനുള്ള കഴിവില്ല.
പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ 1% 2% ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ സിറത്തിന്റെ ഫോമിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്താൽ പറ്റി കുഴപ്പമില്ല. പക്ഷെ മോർണിംഗിൽ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ മോർണിംഗിൽ ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സണ്ണുമായിട്ട് അത് റിയാക്ട് ചെയ്തിട്ട് സ്കിൻ ഒന്ന് ടാൻ ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ മെലാനിൻ പ്രൊഡക്ഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നൈറ്റ് യൂസ് ചെയ്യാൻ നെക്സ്റ്റ് മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കുക. ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്ത മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ക്രീമോ അല്ലെങ്കിൽ നിങ്ങൾ ക്രീം അല്ല നിങ്ങൾ ഇപ്പോൾ ടോണർ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ടോണർ അല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് നിൽക്കും. അങ്ങനെ യൂസ് ചെയ്ത് ടോണർ ആണെങ്കിലും സിറം ആണെങ്കിലും ക്രീം ആണെങ്കിലും കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ടോണർ 6% എബോ ആണെങ്കിൽ അല്ലെങ്കിൽ 6% എബോ ആണെങ്കിൽ നിങ്ങൾ വീക്കിലി വൺസോ ട്വൈസോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതല്ല നിങ്ങൾക്ക് 1 to 2% ബേസ് ചെയ്തിട്ടുള്ള സിറം ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം, ഫൈൻ ആണ്. പക്ഷെ അതിന്റെ കൂടെ എപ്പോഴും മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ ഇത്രയാണ് നമ്മൾ ബേസിക്കലി ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റിയിട്ട് പറയുന്നത്. ഇനി ഫോർത്ത് ഡൗട്ട് ഒരാൾ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഷാമ്പൂ അതുപോലെ തന്നെ അത് ഇൻസ്റ്റയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, കീറ്റോകോണസോൾ ഷാമ്പൂ കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് ഓയിലി സ്കാൽപ്പാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഷാമ്പൂ ആണ് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ഫംഗസ് ഉണ്ടെങ്കിൽ സ്കാൽപ്പിൽ നിങ്ങൾ എന്തായാലും കീറ്റോകോണസോൾ ഷാമ്പൂ വീക്ക്ലി വൺസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഫംഗസ് പോകാനായിട്ട് ഒരിക്കലും സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യത്തില്ല. ഫംഗസ് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കീറ്റോകോണസോൾ ആണ്. സോ ഡെയിലി കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഓയിലി സ്കാൽപ്പ് വിത്ത് ഫംഗസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും സാലിസിലിക് ആസിഡ് ഷാമ്പൂ യൂസ് ചെയ്യണം. വീക്ക്ലി വൺസ് കീറ്റോകോണസോൾ ഷാമ്പൂ യൂസ് ചെയ്യണം. അതിന്റെ കൂടെ മസ്റ്റ് ആയിട്ട് കണ്ടീഷണർ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ബേസിക്കലി 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന. ഒന്ന് മിസലാർ വാട്ടറിന്റെ കാര്യം, അത് കഴിഞ്ഞിട്ട് ടീനേജേഴ്സും സാലിസിലിക് ആസിഡിന്റെയും കാര്യം, മൂന്നാമത്തത് ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സിന്റെ കാര്യം അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ മൊത്തത്തിലുള്ള കാര്യം, നാലാമത്തത് സാലിസിലിക് ആസിഡ് ഷാമ്പൂ അതുപോലെ തന്നെ കീറ്റോകോണസോൾ ഷാമ്പൂവിന് ഒരുമിച്ചുള്ള യൂസ്. പക്ഷെ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ചെയ്യുന്നത് കമന്റ് ബോക്സിൽ ഉത്തരം പറയാത്തത് റീസൺ ഇതാണ്. നമ്മൾ ട്യൂസ്ഡേയുടെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇങ്ങനെ വീഡിയോസ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും കമന്റ് ബോക്സിൽ പറയുന്നേക്കാളും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ Q&Aയുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ ഡൗട്ട്സിനുള്ള ആൻസേഴ്സ് കിട്ടും. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സാനിയ. ടാറ്റാ.